അസ്സാം വലൈക്കും വറഹമത്തുള്ള. റഷ്യൻ ഉക്രൈൻ പ്രശ്നം ഇന്ന് സമകാലിക രാഷ്ട്രീയത്തിൽ ലോകത്തെല്ലായിടത്തും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. എല്ലാവരും വേദനയോടുകൂടിയാണ് ഉക്രൈനിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു യുദ്ധമുണ്ടാവുന്നത് ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. മനുഷ്യൻ എന്നുള്ളൊരു ബോധം നമുക്കുള്ളതുകൊണ്ട് അത് എല്ലാ ഭാഗത്തേക്കും ആ വേദന പടർന്ന് പന്തലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വികാരവും വിചാരവും പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഉക്രൈനുമായിട്ടുള്ള ചരിത്രം ഈ കാലഘട്ടത്തിൽ നിന്നും തുടങ്ങുന്നതല്ല. USSRൻ്റെ പശ്ചാത്തലം തന്നെ ഉക്രൈനുമായിട്ടുള്ള ചരിത്രം അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ യുദ്ധത്തിന് ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധമുണ്ടായത്, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. USSR അമേരിക്കൻ ശീതയുദ്ധ പശ്ചാത്തലത്തിൽ അത് മൂർച്ഛിച്ച് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നാറ്റോ എന്ന സംഘടന, അന്താരാഷ്ട്ര ഒരു സംഘടന, ഒരു മിലിറ്ററി സംഘടന എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്ന നാറ്റോ 1949 രൂപീകരിക്കുന്നത്. അത് ആ ഒരു പശ്ചാത്തലം ഒരു USSRനെ ചെറുക്കുക അല്ലെങ്കിൽ USSRനെതിരെയുള്ള ഒരു പടകളുടെ രാജ്യങ്ങളുടെ മിലിറ്ററി ഏകോപനം എന്നുള്ള അർത്ഥവും കൂടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങളിലൊന്ന്. സ്വാഭാവികമായും സമാധാന പാലനം എന്നൊക്കെ പീസ് മേക്കിംഗ് ആണ്, പീസ് സൊല്യൂഷനാണ് എന്നൊക്കെ വിവിധ തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്താരാഷ്ട്ര ചർച്ചകളിൽ അതൊരു USSR വിരുദ്ധ സമീപനത്തിൻ്റെ ഉൽപ്പന്നവും കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പശ്ചാത്തലത്തിലാണ് അതും കഴിഞ്ഞ് 90കളിൽ കമ്മ്യൂണിസം തകരുകയും USSR തകർന്നടിയുകയും USSRൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രങ്ങളും സ്വതന്ത്രമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഉക്രൈനും സ്വതന്ത്രമാവുന്നുണ്ട്. ഈ ഉക്രൈനിൻ്റെ ചരിത്രത്തിലാണ് നാറ്റോ മെമ്പർഷിപ്പ് നേടുക എന്ന ഉക്രൈനിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം 2021 പശ്ചാത്തലത്തിൽ അമേരിക്കയടക്കമുള്ള വിവിധ നേതൃത്വങ്ങളോട് അല്ലെങ്കിൽ വെസ്റ്റ് ബ്ലോക്കിനോട് നാറ്റോ മെമ്പർഷിപ്പ് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അത് വ്ളാഡിമിർ പുടിനെ കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതുമാത്രമല്ല, ആ ഒരു സംഭവത്തോടു കൂടി തന്നെ ഉക്രൈൻ്റെ ഭാഗത്തേക്ക് ട്രെയിനിങ് എക്സർസൈസ് എന്നുള്ള പേരിൽ സൈന്യത്തെ അയക്കുന്ന ഒരു സംഭവവും കഴിഞ്ഞ വർഷം തന്നെ റഷ്യ തുടങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് അത് തുടങ്ങുകയും ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഇമ്മീഡിയറ്റ് കോസ് തുടങ്ങുകയും പിന്നീട് അവിടുന്ന് ഉണ്ടാവുന്ന റെട്ടറിക്സ് വാറുകൾ, വാക്കുകൊണ്ടുള്ള സോഫ്റ്റ് പവർ കൊണ്ടുള്ള വിവിധ യുദ്ധങ്ങളിലൂടെ ശീതയുദ്ധം, ആ ഒരു തരത്തിൽ ശീതയുദ്ധം എന്ന് തന്നെ പറയാം. കാരണം റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് അമേരിക്കൻ സഖ്യത്തിൻ്റെ എതിരെയുള്ള ഒരു പൊസിഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൈന, സിറിയ, പലപ്പോഴും ഇറാൻ അടക്കമുള്ള ചില സാഹചര്യങ്ങളിൽ തുർക്കിയെയും അങ്ങനെ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള വിവിധ രാഷ്ട്രങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു രീതി, സമീപനം, പോളിസി റഷ്യ ചരിത്രപരമായി തന്നെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു പശ്ചാത്തലവും കൂടി ഈ യുദ്ധത്തിനുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ യുദ്ധമല്ല, ഈ ഒരു ഇൻവേഷന്, ഈ ഒരു സൈനിക വിന്യാസത്തിന്, ആക്രമണത്തിന് പുറകിലുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ഇപ്പോഴൊന്നുമല്ല, റഷ്യയുടെ USSR തകർന്നെങ്കിൽ പോലും 1992 പശ്ചാത്തലത്തിൽ, 91-92 പശ്ചാത്തലത്തിൽ USSR തകർന്നെങ്കിൽ പോലും 94 കൂടി തന്നെ, ഏകദേശം 91 മുതൽ അതിന് മുമ്പും പിന്നീട് 94 തന്നെയും റഷ്യയുടെ അവരുടെ കീഴിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളിൽ വീണ്ടും അറ്റാക്ക് ചെയ്യുവാനുള്ള ആക്രമണങ്ങൾ അവർ നടത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രപരമായി കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ചെച്ചിനിയയിൽ ഭാഗങ്ങളിൽ
ചെച്നിയ എന്നത് USSRന് മുമ്പ് തന്നെ ഇമാം ഷാമിലിൻ്റെ കാലത്തിൽ റഷ്യൻ എംപയർ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ പോലും ഇമാം ഷാമിലിൻ്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങൾ നടന്ന, ജിഹാദ് നടന്ന ഒരു ഭാവം കൂടിയാണ്. പിന്നീട് അവരെയൊക്കെ പരാജയപ്പെടുത്തി USSRൻ്റെ അധികാരത്തിലേക്ക് ചെച്നിയെ കൊണ്ടുവരികയും വീണ്ടും 92-ന് ശേഷം ചെച്നിയ സ്വതന്ത്രമായെങ്കിൽ പോലും പിന്നീട് 94-ൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചെച്നിയയിൽ ഏകദേശം സൈന്യത്തെ അയച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന 3 വർഷത്തോളം ഒരു ബാറ്റിൽ തന്നെ അവിടുത്തെ ഗറില്ല പോരാളികളുമായി റഷ്യ നടത്തുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് 2 വർഷത്തിന് ശേഷം 96-ലും വേറൊരു യുദ്ധം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഇതിനെ ഒഴിച്ചു നിർത്തിയാൽ, ചെച്നിയ മാറ്റി നിർത്തിയാൽ റഷ്യൻ ജോർജിയൻ യുദ്ധം, അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഗത്തുണ്ടായിരുന്ന ഇവരുടെ അധികാരത്തിൽ കീഴിലുണ്ടായിരുന്ന ഏകദേശം എല്ലാ രാജ്യങ്ങളെയും, നല്ലൊരു ശതമാനം രാജ്യങ്ങളെയും റഷ്യ അറ്റാക്ക് ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതായത് USSR തകർന്നെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അപ്പോഴും അധികാരത്തിൽ മുമ്പ് KGB എന്ന് വിളിക്കപ്പെടുന്ന USSRൻ്റെ തന്നെ കീഴിലുണ്ടായിരുന്ന ചാരസംഘടനയിലെ പ്രധാനപ്പെട്ട പോരാളികൾ, സ്പൈയിൽ ഒരാളും കൂടിയായിരുന്നു വ്ളാഡിമിർ പുടിൻ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ 94-ൻ്റെ പശ്ചാത്തലത്തിലും പ്രധാനമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ തന്നെ അധികാരം നിലനിർത്തിയ വ്ളാഡിമിർ പുടിൻ അന്ന് മുതൽ ഇന്ന് വരെയും ഇടക്കാലത്തെ പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡൻ്റായും ഏറ്റവും ശക്തനായ ഒരു ഏകാധിപതിയായി ആ ഭാഗത്ത് ഇന്നും നിലനിൽക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും റഷ്യൻ ജോർജിയൻ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. അതും 2008-ലാണ് ജോർജിയൻ ഭാഗത്തേക്ക് 5 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പേരെ അവിടെയും വധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അതിൻ്റെയും യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരവധി ഒസറ്റിയ അല്ലെങ്കിൽ അബ്ഖാസിയ പോലുള്ള ചില പ്രൊവിൻസസുകൾ ഇവർ പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് ഉണ്ടാവുന്നത് 2014-ൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് 2013-ൽ അവിടെ യൂറോ മൈദാൻ കോൺഫ്ലിക്ട്സ് അല്ല യൂറോ മൈദാൻ അപ്രൈസിംഗ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രതിഷേധം, ഒരു പ്രക്ഷോഭം തന്നെ ഉക്രൈൻ ഭാഗത്ത് ശക്തമായി. കാരണം അന്നത്തെ അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന വിക്ടർ യുവാനിക്കോവിച്ച് എന്ന പ്രസിഡൻറ്റിനെ, ഈ പ്രസിഡൻറ്റ് അത് റഷ്യയുടെ പാവയായിരുന്നു. അയാളെ പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതാണ് 2013-ൽ സംഭവിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2013 എന്ന് പറയുന്നത് 2010 അവസാനം മുതൽ 13 വരെയുള്ള കാലഘട്ടം അറബ് സ്പ്രിങ്ങിൻ്റെയും കൂടി കാലഘട്ടമാണ്. ഒരേ സമയം തന്നെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അലയൊലികൾ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തും അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പ്, യുക്രൈൻ അടക്കമുള്ള ഭാഗങ്ങളിലും ഒരേ സമയം അലയടിക്കുന്നത് നമുക്ക് ഈ പ്രാദേശികമായി നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2013-ലെ പ്രക്ഷോഭം ഉണ്ടാവുകയും യുവാനോക്കോവിച്ചിനെ അധികാരത്തിൽ നിന്ന് മാറുകയും തൊട്ടടുത്ത കാലത്താണ് 2014-ൽ ഈ ഒരു അടിസ്ഥാവസ്ഥയൊക്കെ കൂടുതൽ കുളം കലക്കുന്ന സ്വഭാവം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന റഷ്യ 2014-ൽ ക്രീമിയ അറ്റാക്ക് ചെയ്യുകയും അവിടെ ആ ഭാഗത്ത് റഷ്യയുടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ അധികാരം പോവുകയും ആ ഒരു സാഹചര്യത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈനിൽ തന്നെ ശക്തനായിരുന്ന വളരെ പോപ്പുലറായിരുന്ന ഒരു നടനായ വ്ളാഡിമിർ സെലൻസ്കി ജനപ്രാതിനിധ്യത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരികയും ആ ഒരു അധികാര മാറ്റം യഥാർത്ഥത്തിൽ റഷ്യയുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായി മാറുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഈ പ്രോ റഷ്യനായിരുന്ന യുവാനോക്കോവിച്ചിൽ നിന്ന് മാറി ആൻറ്റി റഷ്യൻ കാഴ്ചപ്പാടുള്ള വെസ്റ്റ് ബ്ലോക്കിനോട് താൽപ്പര്യമുള്ള അമേരിക്കയോട് പോലും ചേർന്ന് നിൽക്കുന്ന സെലൻസ്കിയുടെ അധികാരം സ്വാഭാവികമായും ഒരു സോവിയറ്റ് യൂണിയൻ പൈതൃകം അല്ലെങ്കിൽ രാഷ്ട്രീയാധികാരം സ്വപ്നം കാണുന്ന വ്ളാഡിമിർ പുടിനെ പോലുള്ള ഒരു യാഥാസ്ഥികനായ
രാഷ്ട്രീയക്കാരൻ. അതായത് യാഥാസ്ഥിൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ കൂടി തന്നെ ശക്തനായ വേരുകളുള്ള ഒരാളും കൂടിയാണ് വ്ളാഡിമിർ പുടിൻ. അതിനെ അദ്ദേഹം മതപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളും കൂടിയാണ്. ഈ ഇത്രയും ഒരു സോവിയറ്റ് യൂണിയൻ ട്രഡീഷണൽ അധികാര നിലനിൽപ്പ് ആവശ്യമാണെന്ന് കരുതുന്ന ഇദ്ദേഹം സ്വാഭാവികമായും ആൻറ്റി റഷ്യൻ കാഴ്ചപ്പാടുണ്ടായിരുന്ന സെലൻസ്കിയുടെ അധികാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നയമാക്കി മാറ്റി എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് 2011 പശ്ചാത്തലത്തിൽ ഈ ഭാഗത്ത് റഷ്യ മിലിറ്ററി, അതായത് എയറിലൂടെയും വായുമാർഗത്തിലും കരമാർഗത്തിലും എല്ലാ ഭാഗത്തും യുക്രൈൻ്റെ ഭാഗത്തേക്ക് സൈന്യത്തെ അയക്കുകയും ഏകദേശം 15 ലക്ഷത്തോളം 1,50,000-ലധികം സൈന്യത്തെ ആ ഭാഗത്തേക്ക് അയക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് ശേഷമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സൈന്യ പശ്ചാത്തലത്തിൽ ഏകദേശം 14,000 ആൾക്കാർ കൊലപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ഈ വിഷയത്തിലേക്ക്, അതായത് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്ന നാറ്റോ എന്ന അംഗത്വത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് ഈ ചരിത്രത്തെ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഇങ്ങനെയാണ് റഷ്യയുടെ ചരിത്രം ഉക്രൈൻ്റെ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇതിന് ശേഷം വ്ളാഡിമിർ പുടിൻ തന്നെ, അയാളൊരു അമേച്ചർ ഹിസ്റ്റോറിയനായിട്ടാണ് റഷ്യയിലെ പ്രോ ഭരണകൂട ചരിത്രകാരന്മാർ, പത്രക്കാർ, എഴുത്തുകാർ ചിത്രീകരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ 2021 അദ്ദേഹം എഴുതിയ 2021 ജൂലൈ 13 അദ്ദേഹം എഴുതിയ ഓൺ ദ ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സ് ഓഫ് റഷ്യൻ ആൻഡ് ഉക്രൈനിയൻ എന്ന് പറയുന്ന ഒരു എസ്സേ, വലിയ നീളമുള്ളൊരു എസ്സേ. ആ എസ്സേയിലാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉക്രൈനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായി എടുത്തു പറയുന്നത് ഉക്രൈനിലെ സമകാലിക രാഷ്ട്രീയം ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നാസി ചിന്തകൾക്ക് ശക്തമായ സ്വാധീനം നേടുന്നു, ഒരു ഫാസിസ്റ്റ് പ്രവണത ഭരണകൂടത്തിനുണ്ടാകുന്നു, അതുപോലെ തന്നെ ഒരു മിലിറ്ററൈസേഷൻ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റഷ്യൻ എത്നിക്കുകളായ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരായ ആൾക്കാർക്കെതിരെ ജനസൈഡ് നടത്തുന്ന ഭരണകൂടമാണ് സെലൻസ്കിയുടെ ഭരണകൂടം എന്നുള്ള ആരോപണങ്ങൾ ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതയിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം പൊള്ളത്തരമായ ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. കാരണം നാസി എന്നുള്ള ആരോപണം അത് അർദ്ധസത്യം നിറഞ്ഞതാണ്. അതിൻ്റെ ചരിത്രം പോകുന്നത് അത് കോൾഡ് വാറിൻ്റെ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. USSR വിരുദ്ധ സൈന്യത്തിൽ ഉക്രൈനിലുണ്ടായിരുന്ന ചില മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ, ചില സൈന്യങ്ങൾ USSR വിരുദ്ധ ചേരിയും കൂടിയായിരുന്ന നാസികളെ സഹായിക്കാൻ നിന്നു എന്നുള്ളതിനെ സമകാലിക രാഷ്ട്രീയത്തോട് ചേർത്ത് വായിക്കുന്ന ഒരു വായന പുടിൻ നടത്തുന്നുണ്ട്. അതൊന്നാമത്തത്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014 പശ്ചാത്തലത്തിൽ ഉക്രൈനെ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെ ചെറുത്ത് നിന്ന നിയോ നാസി ഗ്രൂപ്പായ ദ ആസൻ ബറ്റാലിയൻ എന്ന് വിളിക്കപ്പെടുന്ന നിയോനാസി ഗ്രൂപ്പുകളിൽ ഒന്നായ ആ ഗ്രൂപ്പ് ഈ യുദ്ധത്തിന് ശേഷം നാഷണൽ ഗാർഡ് എന്ന് പറയുന്ന ആർമിയിലേക്ക് ലയിക്കുകയുണ്ടായി. ഈ ലയനം സ്വാഭാവികമായും അത് നിയോ നാസികളുടെ ലയനം, അത് ഭരണകൂടം അപ്പടി സ്വീകരിച്ചതാണ് എന്നുള്ള ഒരു വായനയ്ക്ക് കാരണമായി. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ, സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിൽ നോക്കുമ്പോൾ 2019 നടന്ന ഇലക്ഷനിൽ സ്വാഭാവികമായും റിസൾട്ട് വന്നപ്പോൾ ഈ ദ ആസൻ ബറ്റാലിയൻ പോലുള്ള ബാക്കിയുള്ള എല്ലാ വൈറ്റ് സുപ്രീമാസിസ്റ്റ് ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾക്കെല്ലാം ഏകദേശം 2% വോട്ട് മാത്രമേ ലഭിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ എത്രത്തോളം ഇവരുടെ രാഷ്ട്രീയ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം കുറവാണ് എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതൊന്നും പരിഗണിക്കാതെയാണ് പുതിയ ഭരണകൂടത്തോട്, സെലൻസ്കിയുടെ അധികാരത്തിലുള്ള ഭരണത്തോട് നിങ്ങൾ നാസി ഭരണകൂടമാണ് എന്നുള്ള വാദം നടത്തുന്നത്. രണ്ടാമത്തതാണ് ഇവർക്കുള്ള വാദം, ഇവർ ജനസൈഡ് നടത്തുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉക്രൈനിലെ നല്ലൊരു ശതമാനം ഭൂരിപക്ഷം ആൾക്കാരും റഷ്യൻ എത്നിസിറ്റി ഉള്ളവരാണ്, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. പക്ഷേ അവിടെ അതിൻ്റെ പേരിൽ ഈ
USSRന്റെ പതനത്തിന് ശേഷം റഷ്യൻ വിഘടിക്കപ്പെടുകയും അത് യുക്രൈൻ രൂപപ്പെടുകയും ചെയ്തപ്പോൾ നല്ല ശതമാനം കാര്യം റഷ്യക്കാരും ഇതിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെ പുടിൻ അതിനെ കാണുന്നത് ഇത് സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ എന്ന മദർലാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നുള്ള വാദമാണ് പുടിൻ ആ എസ്സേയിൽ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും അവസാനം നടന്ന അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പോലും ഈ ഒരു ജനസൈഡ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അതുപോലും ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ശക്തമായ ഈ അറ്റാക്കുകൾ, നിരവധി അറ്റാക്കുകൾ, അത് സോഫ്റ്റ് പവർ ആവട്ടെ ഹാർഡ് പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള മിലിറ്ററി അറ്റാക്കുകളാവട്ടെ, ഇതിലെല്ലാം ശക്തമായൊരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന നിലയിൽ ഉക്രൈനിയൻ ഭാഷയ്ക്ക് കൂടുതൽ ഒരു ഡൊമിനൻസ് നൽകുക എന്നുള്ള അർത്ഥത്തിലേക്ക് ഭരണകൂടം നിയമ നടപടി സ്വീകരിക്കുന്നതിനെയും യഥാർത്ഥത്തിൽ വ്ളാഡിമിർ പുടിൻ അതൊരു ജനസൈഡൽ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന് ഇയാൾ ഉപയോഗിക്കുന്ന മറ്റൊരു തിയറിയാണ് ഡീമിലിറ്ററൈസേഷൻ എന്നുള്ളത്. അതായത് അവിടെ ഡീമിലിറ്ററൈസേഷൻ നടത്തണം. ഇയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം, ഇൻഡിപെൻഡൻറ്റ് സൊവേൺ സ്റ്റേറ്റിൻ്റെ അധികാരത്തെ ഇല്ലാതാക്കുകയും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന യുവാനോക്കോവിച്ചിനെ പോലുള്ള ഒരു പാവ ഭരണകൂടത്തെ അവരവിടെ നിയമിക്കുമ്പോഴാണ് ഡീമിലിറ്ററൈസേഷൻ സംഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പുടിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡീമിലിറ്ററൈസേഷൻ്റെയും അതുപോലെ തന്നെ നാസിസേഷനെ എതിർക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ജനസൈഡിനെ ചെറുക്കുക എന്നുള്ള വാദങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഒരുക്കുവാൻ ഇയാൾ ശ്രമിക്കുകയുണ്ടായി എന്നതും നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൂടെ പോകുമ്പോഴാണ് അടുത്ത വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതായത് റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുന്നതിന് പ്രധാനമായും ഇതാണ് പശ്ചാത്തലമെങ്കിൽ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഒരു സോവിയറ്റൈസേഷൻ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇവരുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളെയും വീണ്ടും അവിടെ ഏകോപിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂകളിൽ പുടിൻ പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ഹെറിറ്റേജിനെ ശക്തമായ രാഷ്ട്രീയാധികാരവും മിലിറ്ററി ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു സ്വപ്നം ഈ അറ്റാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരു മാക്സിമലിസ്റ്റ് വിഷനാണ് പുടിൻ ഈ നീക്കങ്ങളിലൂടെ, സൈനിക വിന്യാസങ്ങളിലൂടെ, അതുപോലെ തന്നെ മിലിറ്ററി അറ്റാക്കുകളിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് കാണുവാൻ കഴിയും. അതിന് പുടിൻ ചെയ്യുന്ന വേറെയും ചില സ്ട്രാറ്റജികൾ, ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിധേയമായത് ബെലാറസ് എന്ന് വിളിക്കപ്പെടുന്ന തൊട്ടടുത്ത രാഷ്ട്രമാണ്. ബെലാറസ് എന്ന് പറയുന്നത് ഏകദേശം വളരെ 50 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഉക്രൈനുമായി. അത്രയും അടുത്ത് കിടക്കുന്ന രാഷ്ട്രമാണ്. ഈ ബെലാറസിനെ ഒരു പാവ ഭരണകൂടം അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, വ്ളാഡിമിർ പുടിൻ്റെയും അല്ലെങ്കിൽ ഈ റഷ്യൻ ഭരണകൂടം. 1994 ബെലാറസ് സ്വതന്ത്രമാവുകയും അത് പ്രോ റഷ്യൻ ഭരണകൂടം ഉണ്ടാവുകയും അതിന് അലക്സാണ്ടർ ലുവൻഷെൻകോ എന്ന് പറയുന്ന ഒരാളെ അവിടെ അധികാരിയായി നിയമിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെയും ഏകദേശം ആ യൂറോപ്യൻ ഭാഗത്തുള്ള ഏറ്റവും ലോങ് സെർവിങ് പ്രസിഡന്റ് എന്ന് കുപ്രസിദ്ധനായ ആളാണ് ഈ ലുക്കാഷെൻകോ. അദ്ദേഹം ഇന്നും USSRൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടാണ് ബെലാറസ് ഉക്രൈനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി റഷ്യൻ സൈന്യത്തെ സ്വാഗതം നൽകിയത് എന്നുള്ളത് ഒരു ചർച്ചയാണ്. പ്രധാനമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇതിന് കാരണം 1994 മുതൽ 2022 വരെ നീണ്ടു നിൽക്കുന്ന കാലങ്ങളിൽ അദ്ദേഹം ഭരിക്കുകയും ഒരു അതോറിറ്റേറിയൻ രീതിയിലേക്ക് അധികാരം മാറുകയും അഴിമതിയും ഒരുപാട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഒരു റഫറൻഡം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു ശ്രദ്ധ വഴിതിരിച്ചു വിടുകയും യുദ്ധം എന്നത് ബെലാറസിലെ ലുക്കാഷെങ്കോയ്ക്ക്
അനിവാര്യമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. യുദ്ധം എന്നത് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് 2 ദിവസം നടന്ന അയാളുടെ പ്രസ്താവന പോലും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹം അത് പ്രതികരിക്കുന്നത്. അത്രത്തോളം റഷ്യയുടെ ഒരു പാവയായിട്ടാണ് അവിടെ ബെലാറസ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, റഷ്യയിലുള്ള വലിയ ബില്യൺ കണക്കിനുള്ള ട്രേഡ് ബന്ധങ്ങൾ, റഷ്യയുടെ വലിയ നിക്ഷേപങ്ങൾ, അതുമാത്രമല്ല ഇറക്കുമതി കയറ്റുമതിയുമുള്ള സാമ്പത്തികമായ ലക്ഷ്യം ഇദ്ദേഹത്തിനുണ്ട്, സഹായിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അധികാരത്തിലുള്ള അതോറിറ്റേറിയൻ ആ അധികാരത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ളതും ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നതിൽ കാരണമാവുന്നുണ്ട്. ഇതാണ് ബെലാറസിൻ്റെ ഒരു വിഷയം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഞാൻ ഈ വിശദീകരിക്കുന്നത് ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് ഈ റഷ്യൻ ഉക്രൈൻ വിഷയത്തിൽ ഇടപെടുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് എന്നതാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രശ്നം, ഇസ്രായേൽ അവരുടെ ഡിപ്ലോമസി എന്ന നിലയിൽ ഒരു വർത്തമാനം പറയുകയും, അതായത് ഞങ്ങൾ ഇതിനെ കണ്ടം ചെയ്യുന്നു എന്നുള്ള ആദ്യം വർത്തമാനം പറയുന്നു. കാരണം ഉക്രൈനുമായും നല്ല ബന്ധം നിലനിൽക്കുന്ന, വാണിജ്യപരമായ, ഡിപ്ലോമാറ്റിക്കായ, സ്ട്രാറ്റജിക്കായ ബന്ധം നിലനിർത്തുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അതേപോലെ തന്നെ ശക്തമായ ബന്ധം നിലനിർത്തുന്ന രാഷ്ട്രവും കൂടിയാണ് റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട്. കാരണം സിറിയയിലെ അവിടെ സിറിയൻ അറ്റാക്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ റഷ്യയുടെ ഈ സഹായത്തെ അതിനെ പരിഗണിക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടന്ന UN സെക്യൂരിറ്റി കൗൺസിലിൽ റഷ്യയെ അപലപിച്ചുകൊണ്ട് നടന്ന പ്രമേയത്തിൽ ഇന്ത്യയ്ക്കൊപ്പം UAEയും ചൈനയും അതുപോലെ തന്നെ ഇസ്രായേലും പിൻവാങ്ങുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അതേസമയം ഇടക്ക് അവരുടെ റീജിയണൽ അലയൻസ് ഉള്ള USA സപ്പോർട്ടിന് വേണ്ടി ഇടയ്ക്കൊരു കമൻ്റ് അടിക്കുകയും ആ കമൻ്റ് അടിച്ചതിൻ്റെ ഫലമായി റഷ്യയിലെ ഇസ്രായേൽ അംബാസഡറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ആ സമ്മർദ്ദവും കൂടി കാരണമാവാം ഇന്ന് നടന്ന ആ ഒരു പ്രമേയ ചർച്ചകളിൽ അതിൽ നിന്ന് പിൻവാങ്ങിയതും അങ്ങനൊരു കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ചെച്ചനിയയിലെ ആർമിയുടെ ഒരു സാന്നിധ്യം. കാരണം ആയിരക്കണക്കിന് ചെച്ചൻ ആർമിയാണ് റഷ്യ ഉക്രൈനിലേക്ക് അയക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ടാവാം. അതിനൊരു കാരണമുണ്ട്. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ റഷ്യൻ എംപയറിൻ്റെ ചരിത്രം മുതൽ USSRൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ആധുനിക റഷ്യയുടെ ചരിത്രത്തിലും റഷ്യയോട് ശക്തമായി പോരാടിയ ചരിത്രമാണ് ചെച്ചൻ പോരാളികൾക്കുള്ളത്. പക്ഷേ ഈ നിരവധി പോരാട്ടങ്ങളിലൂടെ ആ പോരാളികൾക്കിടയിൽ തന്നെ വിള്ളലുണ്ടാവുകയും അതിലൊരു വിഭാഗം പ്രോ റഷ്യൻ റിബലുകളായി മാറുന്ന ഒരു സാഹചര്യം പോലും പിൽക്കാലത്തുണ്ടായി. അതിലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് റമദാൻ കദിറോവ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ ചെച്ചൻ പ്രസിഡന്റ്. അദ്ദേഹം ഒരു ഫ്രീക്ക് എന്ന് സാധാരണ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായ ഒരു മനുഷ്യനാണ്. അത് ചെച്ചനിയയിലെ റഷ്യയുടെ ഒരു പപ്പറ്റും ഒരു പാവ ഭരണാധികാരിയും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ സൈന്യം അങ്ങോട്ടെത്തുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴും റഷ്യക്കെതിരെ ചെച്ചനിയയിൽ നിന്ന് ഗറില്ല വാർ നയിക്കുന്ന റിബലുകൾക്കെതിരെ കദിറോവിനെ പുടിൻ ഉപയോഗിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു മുസ്ലിം ഡൈമെൻഷനിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രം തുർക്കിയാണ്. കാരണം തുർക്കിയും ഉക്രൈനും ബ്ലാക്ക് സീയുടെ കരിങ്കടലിൻ്റെ അയൽവാസികളാണ്. ഒരുപാട് രാഷ്ട്രീയ, നയതന്ത്ര, ചരിത്രപരമായ, വാണിജ്യപരമായ, നാവികമായ നിരവധി ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രാഷ്ട്രം കൂടിയാണ്. അതുമാത്രമല്ല, തുർക്കിയുടെ ഒരു പ്രത്യേകത നാറ്റോ മെമ്പറും കൂടിയാണ്. ഈ റഷ്യയുമായും ഉക്രൈനുമായും ഒരുപാട് നല്ല തരത്തിലുള്ള ബന്ധം
കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രം കൂടിയാണ്. പക്ഷേ എർദോഗാൻ ബാക്കിയുള്ള UAE രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ ശക്തമായി ഇതിനെ കണ്ടം ചെയ്യുകയും അപലപിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയും അതുമാത്രമല്ല നാറ്റോയോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദ്യം ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും പീസിനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന പോലും അദ്ദേഹം നടത്തുന്നത് കാണുവാൻ കഴിയും. 2021 മുതൽ തന്നെ 2021 ജനുവരി ഫെബ്രുവരി കാലത്ത് എല്ലാം ഈ ഒരു റഷ്യൻ ഉക്രൈൻ വിഷയത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവർക്കിടയിൽ പ്രശ്നപരിഹാരത്തിന് മീഡിയേറ്ററായി ഞങ്ങൾ മാറാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ഇപ്പോൾ വിഷയത്തിൽ ഇവരുടെ തുർക്കിയുടെ ഈ ഒരു മധ്യസ്ഥത സമീപനം രണ്ട് രാഷ്ട്രങ്ങളും വളരെ ഫേവറായി പെരുമാറിയതായും നമുക്ക് കാണുവാൻ കഴിയും. കാരണം നെറ്റോയുടെ തന്നെ പ്രധാനപ്പെട്ട സൈനിക ശക്തി ഒന്നാണ് തുർക്കി. അപ്പോൾ തുർക്കിയുടെ ഇടപെടലുകൾ തുർക്കിയുടെ ഒരു വാണിജ്യ ശക്തി എന്ന നിലയിലും തുർക്കിയുടെ ഒരു മിലിറ്ററി ശക്തി എന്ന നിലയിലും വലിയ പോപ്പുലേഷനുള്ള രാഷ്ട്രം എന്ന നിലയിലും പലവിധ കാരണങ്ങളാൽ റഷ്യൻ ഉക്രൈൻ വിഷയങ്ങളിലുള്ള മധ്യസ്ഥത വഹിക്കുവാൻ ശക്തരായ ഒരു രാഷ്ട്രവും തന്നെയാണ് എന്നുള്ളതും കൊണ്ട് കൂടിയാണ് എർദോഗാൻ ആ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. കാരണം നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയനും അമേരിക്ക അടക്കമുള്ള വെസ്റ്റ് ബ്ലോക്കിനും കഴിയാത്ത പലതും ഇപ്പോൾ തുർക്കി സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേടിയെടുത്തതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലവും സമകാലിക പശ്ചാത്തലവും കൂടി ഉണ്ട് എന്നത് തുർക്കിയെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് സ്വാഭാവികമായും അമേരിക്കയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായും ഈ ഒരു ചോദ്യം വരുമ്പോൾ മറ്റൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ ചർച്ചയെ കൊണ്ടുപോകേണ്ടി വരും. അത് പ്രധാനമായും അമേരിക്കയുടെ ഒരു എംപയർ എന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച അമേരിക്കൻ യൂണിപോളാർ സിസ്റ്റം, ഒരു ഏകലോക വ്യവസ്ഥ എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് മാറുകയും പ്രധാനമായും അറബ് സ്പ്രിങ്ങിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രങ്ങളിൽ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള ശക്തമായ വിരോധം ആ ഭാഗത്തെ അറേബ്യൻ ജനത തന്നെ പ്രകടിപ്പിച്ചത് പോലും ഈ ഒരു യൂണിപോളാർ സിസ്റ്റത്തിൽ നിന്ന് മൾട്ടിപോളാർ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണവും കൂടിയാണ്. അതിൻ്റെ ഒരു ഘടകവും കൂടിയാണ് റഷ്യയുടെ ഈ ഭാഗത്തുള്ള ആൻറ്റി അമേരിക്കൻ, ആൻറ്റി വെസ്റ്റേൺ, ആൻറ്റി യൂറോപ്യൻ യൂണിയൻ, ആൻറ്റി നാറ്റോ നിലപാട്. അപ്പോൾ അമേരിക്കയുടെ യൂണിപോളാർ സിസ്റ്റത്തിനെതിരെയുള്ള ഒരു റിയാക്ഷൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഉക്രൈനെതിരെയുള്ള ഈ അറ്റാക്ക് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാറ്റോയുടെയും അവസ്ഥ അതുതന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോയും ഇതേപോലെ ശക്തമായ ഒരു സൈന്യമായി ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. ഏകദേശം ആയിരക്കണക്കിന് 10,000 പല കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. സൈന്യത്തെ അങ്ങോട്ട് അയക്കുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങളെല്ലാം ഇതിനെതിരെ റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു. ചില ഉപരോധങ്ങൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും ഉക്രൈൻ EUവിനോട് ആവശ്യപ്പെട്ട ഷിഫ്റ്റ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന സാമ്പത്തികമായി റഷ്യയെ ശക്തമായി പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉപരോധം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ പല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് യൂറോപ്യൻ യൂണിയൻ്റെ അവസ്ഥ. ഇന്ത്യയുടെ അവസ്ഥ അതിലും മറ്റൊരു ശ്രദ്ധേയമായ ഒരു നിലപാടാണ്. പൊതുവേ ഇന്ത്യ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ ലോകരാഷ്ട്രങ്ങളോട് പ്രത്യേകിച്ച് ഒരു ന്യൂട്രൽ നിലപാട് സ്വീകരിക്കാൻ താല്പര്യമുള്ള രാഷ്ട്രമാണ്. എന്നാൽ പോലും സ്വാഭാവികമായും ഇസ്രായേലിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക, അമേരിക്കയോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക എന്നുള്ള സമീപനമൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഉക്രൈനുമായും റഷ്യയുമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഒരുപാട് കൊള്ളക്കൊടുക്കുകൾ ഉള്ളതുകൊണ്ട് പരമാവധി രണ്ടുപേരെയും പിണക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രസ്താവനകളും നിലപാടുമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. യൂറോപ്യൻ കൗൺസിൽ UN കൗൺസിൽ നടന്ന അപലപന പ്രമേയത്തെ പോലും പിന്താങ്ങാതെ പിൻവലിയുന്ന സ്വഭാവം പോലും ഇന്ത്യ സ്വീകരിച്ചത് ഈ റഷ്യയെ പിണക്കാതിരിക്കുക എന്നുള്ള ആശയമുള്ളത് കൊണ്ടാണ്. പക്ഷേ അതേസമയം തന്നെ ഉക്രൈനുമായും കൂടുതൽ ബന്ധമുണ്ട്.
സൺഫ്ലവർ പോലുള്ള ഒരുപാട് ക്രൂഡ് ഓയിൽ, സൺഫ്ലവർ പോലുള്ള ഒരുപാട് കച്ചവട ട്രേഡ് വ്യാപാരങ്ങൾ നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രവും കൂടിയാണ് ഇന്ത്യ. സൺഫ്ലവർ പോലുള്ള എണ്ണകൾ അധികവും ഉക്രൈനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് അധികവും എത്തുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം നിലനിർത്തുക. അതുമാത്രമല്ല, ഉക്രൈനിൽ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഉക്രൈനിലുള്ളതും അത് ഇന്ത്യയുടെ ഒരു പ്രാദേശിക പോളിസിയെ ശക്തമായി ബാധിക്കുന്ന ഒന്നും കൂടിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായ ഒരു ഡിപ്ലോമസിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. രണ്ട് രാഷ്ട്രങ്ങളെയും പിണക്കാത്ത സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അടുത്ത രാഷ്ട്രമാണ് ചൈന. അതായത് പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഇടപെടുന്ന രാഷ്ട്രമാണ് ചൈന. പോലും വളരെ അത്ഭുതം തോന്നുന്ന തരത്തിൽ തന്നെ മുമ്പ് ആ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. മുമ്പ് റഷ്യക്കെതിരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയം വരുമ്പോൾ ശക്തമായി എതിർക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഈ അപലപന പ്രമേയം വന്നപ്പോൾ അതിലെ എതിർക്കാതെ പിന്മാറുന്ന ഇന്ത്യയോടൊപ്പം തന്നെ UAE-യോടൊപ്പം തന്നെ പിന്മാറുന്ന സ്വഭാവവും ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മിലിറ്ററി സ്ട്രാറ്റജി മേഖലകളിലുള്ള ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക, ആൻറ്റി അമേരിക്കൻ ബ്ലോക്ക് എന്നതിൻ്റെ ശക്തി നഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ചൈനയുടെ റീജിയണൽ ശക്തി എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടാവണമെങ്കിൽ റഷ്യ പോലുള്ള ഒരു വലിയ മിലിറ്ററി, വലിയ പോപ്പുലേഷനുള്ള, ഒരുപാട് പൈതൃക രാഷ്ട്രീയ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സഹായം ചൈനയ്ക്കും ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ചൈനയും റഷ്യയെ പിണക്കാത്ത തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പുടിൻ്റെ എസ്സേയിൽ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റും ഇല്ലാത്ത രാഷ്ട്രമാണ് ഉക്രൈൻ. അതിന് അങ്ങനൊരു രാഷ്ട്രം, ആ സങ്കല്പം പോലും അംഗീകരിക്കാത്ത ആളാണ് പുടിൻ. ആ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ചൈന ആ വാദത്തെ അംഗീകരിക്കുന്നില്ല. ഉക്രൈൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റായ സ്വവേണായ ഒരു സ്റ്റേറ്റാണ്. പക്ഷേ ഈ ഒരു റഷ്യ ഉക്രൈനോട് ചേർന്ന് നടത്തുന്ന ഈ അറ്റാക്കുകളെ ഇൻവേഷൻ എന്ന് പറയുന്ന, കയ്യേറ്റം എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നതിൽ നിന്ന് വളരെ സൂക്ഷ്മത പാലിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉള്ളിലുള്ള പോപ്പുലേഷൻ്റെ കാര്യമാണ്. അത് പ്രധാനമായും ഉക്രൈനിൽ മുസ്ലിം ജനസംഖ്യ, സെക്കൻഡ് ലാർജസ്റ്റ് മതമാണ് ഇസ്ലാം അവിടെ. അതിൽ ഏകദേശം 10,000-ലധികമെങ്കിലും, നല്ലൊരു ശതമാനം, 100,000-ഓളമെങ്കിലും മുസ്ലിങ്ങൾ ക്രീമിയയെ 2014 അറ്റാക്ക് ചെയ്തപ്പോൾ അവിടുന്ന് റെഫ്യൂജിയായി വന്നവരാണ് മുസ്ലിങ്ങൾ അവിടെ ഉക്രൈനിലുള്ളത്. അതുപോലെ തന്നെ USSRൻ്റെ കാലഘട്ടത്തിൽ USSR ഈ പറയുന്ന രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ അറ്റാക്ക് ചെയ്ത സാഹചര്യത്തിൽ താത്താരികളായ, അതുപോലെ തന്നെ ചെച്ചനായ, ദാഗിസ്ഥാനികളായ, അതുപോലെ തന്നെ മാസ്കെത്യൻ തുർക്കുകളായ, ക്രീമിയക്കാരായ ഒരുപാട് മുസ്ലിങ്ങൾ ഉക്രൈനിലേക്ക് കുടിയേറിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇവരുടെ സാന്നിധ്യം, ഇവരുടെ ഒരു ചരിത്രം USSRനെയും അതുപോലെ തന്നെ റഷ്യയെയും സൈനികമായി തന്നെ ചെറുത്ത ഗറില്ല വാർ നടത്തിയ ചെറിയ ചരിത്രങ്ങൾ കൂടി ഉള്ളവരാണ് ഇവിടെയുള്ള മുസ്ലിം റെഫ്യൂജികൾ. ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അഥവാ റഷ്യ ഉക്രൈൻ പിടിച്ചടക്കുകയും ഒരു യുദ്ധാനന്തര സാഹചര്യത്തിൽ അവിടെ ഗറില്ല വാർ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരുപക്ഷെ നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ളത് ഈ ചരിത്ര പശ്ചാത്തലമുള്ള മുസ്ലിങ്ങളായിരിക്കും എന്നുള്ളതാണ് ചില നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ്, ആ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് ഈ സാഹചര്യത്തിൽ നിലവിൽ ഉക്രൈനിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ബോംബുകൾ ഇടുന്നത്, ഉക്രൈനിൽ മാത്രമല്ല ഒക്കുപ്പേഷനും ഇൻവേഷനും ജനസൈഡും മസാക്കറും കുടിയൊഴിപ്പിക്കലും അറ്റാക്കുകളും നടക്കുന്നത്. ഒരേ സമയം തന്നെ സൗദിയുടെ നേതൃത്വത്തിൽ യമനിൽ അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക സൊമാലിയൻ ഭാഗത്തിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ സിറിയയിലും ഫലസ്തീനിലും ദിവസേന അറ്റാക്കുകൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലവും കൂടി ഉള്ളപ്പോൾ ആൾക്കാർ ഈ അറ്റാക്കുകളെ പരിഗണിക്കാതിരിക്കുകയും, പക്ഷേ അവർ പരിഗണിക്കുന്ന ഒരേ വിഷയം, അതായത്
ഒരു യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിൽ കൂടുതൽ വാർത്തകൾ ഉണ്ടാവും. സ്വാഭാവികമായും വാർത്തകൾ ഉണ്ടാവണം, അത് ചർച്ച ചെയ്യണം, അത് എതിർക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ അതേ സമയം തന്നെ ഒരേ സമയത്ത് നടക്കുന്ന ഈ അറ്റാക്കുകളെയും കൂടി പരിഗണിക്കുകയും അതിനെയും കൂടി അപലപിക്കുകയും അതിനെയും യൂറോപ്യൻ യൂണിയനും UN അടക്കമുള്ള വൻശക്തികൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതും കൂടി ഉണ്ട്. പക്ഷേ അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നതും ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം തന്നെ തുടങ്ങി USSRൻ്റെയും അതിനു മുമ്പ് റഷ്യൻ എംപയറിൻ്റെയും പിന്നീട് USSRൻ്റെയും ആധുനിക റഷ്യയുടെയും ചരിത്രം തന്നെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളുമായി രക്തപങ്കിലമായ യുദ്ധങ്ങൾ നടത്തിയ ചരിത്രമാണുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയും കൂടിയാണ്. ഈ ഒരു തുടർച്ച പുടിൻ എന്ന് പറയുന്ന വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ അധികാരത്തിൽ വരുന്ന ഒരു ഏകാധിപതിയുടെ ഒരു ചിത്രവും കൂടി നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.